Hello. Hi. Hello dear students. Welcome back. ഇന്ന് ഗ്രാഫുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന നമ്മുടെ 3rd ചാപ്റ്ററിൻ്റെ അവസാന ഭാഗങ്ങളാണ്. തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെർട്ടിക്കൽ മോഷൻ, അപ്വാർഡ് ഡൗൺവാർഡ് മോഷൻ്റെ ഡീറ്റെയിൽസുകളാണ് ചർച്ച ചെയ്തത്. ഇന്ന് ഗ്രാഫിക്കൽ സ്റ്റഡി ഓഫ് മോഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. സോ നമുക്ക് ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ഗ്രാഫിക്കൽ സ്റ്റഡി ഓഫ് മോഷൻ. ഗ്രാഫിക്കൽ സ്റ്റഡി ഓഫ് മോഷൻ. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഗ്രാഫുകൾ ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫ്, എക്സ് ടി ഗ്രാഫ്. പൊസിഷനും ടൈമും പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫാണ് പൊസിഷൻ ടൈം ഗ്രാഫ്, എക്സ് ടി ഗ്രാഫ്. മറ്റൊന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. മൂന്നാമത്തത് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, നാലാമത്തത് വെലോസിറ്റി പൊസിഷൻ ഗ്രാഫ്, വെലോസിറ്റി പൊസിഷൻ ഗ്രാഫ്, വെലോസിറ്റി പൊസിഷൻ ഗ്രാഫ്. ആൻഡ് അഞ്ചാമത്തത് ഫൈനലി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വി സ്ക്വയർ പൊസിഷൻ ഗ്രാഫ്, വി സ്ക്വയറും പൊസിഷനും എടുത്തു വരയ്ക്കുന്ന ഗ്രാഫ്, വി സ്ക്വയർ പൊസിഷൻ ഗ്രാഫ്. ഓക്കെ, ഇത്രയും ഗ്രാഫുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഗ്രാഫിലേക്ക് മൂവ് ചെയ്യാം. പൊസിഷൻ ടൈം ഗ്രാഫ്. എന്താണ്? പൊസിഷൻ ടൈം ഗ്രാഫ്, എക്സ് ടി ഗ്രാഫ്. ഓക്കെ, നോക്കൂ, നമ്മൾ എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ പൊസിഷനുമാണ് പൊതുവെ എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. ഈ ഗ്രാഫ് പൊസിഷൻ വൈ ആക്സിലും ടൈം എക്സ് ആക്സിലും എടുത്തിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് പൊതുവെ വരയ്ക്കുന്നത്. അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ്, നമ്മൾ സ്ലോപ്പ് മുമ്പ് ഡിസ്കസ് ചെയ്താണ്, ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഇവിടെ ഡി വൈ എന്ന് പറയുന്നത് ഡി എക്സും ടി എക്സ് എന്ന് പറയുന്നത് ഡി ടിയുമാണ്. ഓക്കെ, ഇത് വൈ ആക്സിലെ വാല്യൂവിൻ്റെ ചേഞ്ച് ഡി വൈ, ഇത് എക്സ് ആക്സിലെ വാല്യൂവിൻ്റെ ചേഞ്ച് ഡി എക്സ്. ആ ഡി വൈ ബൈ ഡി എക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് സ്ലോപ്പ് കിട്ടുക. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഇവിടെ ഡി വൈയുടെ പൊസിഷനിൽ ഡി വൈയുടെ സ്ഥാനത്ത് വരുന്നത് പൊസിഷനാണ്, ഡി എക്സിൻ്റെ ചേഞ്ചാണ്, അത് എക്സിൻ്റെ ചേഞ്ചാണ്, എക്സിൻ്റെ ചേഞ്ചാണ്. ഓക്കെ, ദെൻ ബൈ ഡി ടി, ഡി എക്സ് ബൈ ഡി ടി, ഇതാണ് സ്ലോപ്പ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെയാണ്, സപ്പോസ് ദിസ് എ ഗ്രാഫ്. സോ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ, സ്ലോപ്പ് മീൻസ് ടാൻ തീറ്റ. നമ്മളിവിടെ ഒരു തീറ്റ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് ഡി എക്സ്, അഡ്ജസൻറ്റ് സൈഡ് ഇതാണ് ഡി ടി. ടാൻ തീറ്റയാണ് സ്ലോപ്പ്. ഓക്കെ, അറിയാലോ മാത്തമാറ്റിക്കലി. സോ ഓപ്പോസിറ്റ് സൈഡ് ഡി എക്സ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഡി ടി, അതാണ് ടാൻ തീറ്റ ഡെഫിനിഷൻ. സോ സ്ലോപ്പ് ഡി എക്സ് ബൈ ഡി ടി ആയിരിക്കും. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഡി എക്സ് ബൈ ഡി ടി ആയിരിക്കും. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. വെലോസിറ്റി, വെലോസിറ്റി, വെലോസിറ്റി. സോ ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ്, ഈ ഒരു സെൻറ്റൻസ് നമ്മൾ പഠിക്കണം. സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ്, സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ് ഈസ് വെലോസിറ്റി. എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ്? വെലോസിറ്റിയാണ്. ഓക്കെ, ശരി, അത് പഠിച്ചു. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു വസ്തുവിൻ്റെ ചലനത്തിൻ്റെ, അതായത് മോഷൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്ന ടേമാണ് ഈ വെലോസിറ്റി. വെലോസിറ്റിയുടെ സൈന്, അതിൻ്റെ പോസിറ്റീവോ നെഗറ്റീവോ സൈന് നോക്കിയിട്ടാണ് വസ്തു ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരിക്കും ശ്രദ്ധിക്കണം. വെലോസിറ്റി +5 ആണെങ്കിൽ, വെലോസിറ്റി പോസിറ്റീവ് 5 എന്ന് പറയുകയാണെങ്കിൽ നമ്മളിതിൻ്റെ അർത്ഥം ദ ബോഡി ഈസ് മൂവിങ് ടുവാർഡ്സ് റൈറ്റ്. വെലോസിറ്റി
-2 meter/second എന്ന് പറഞ്ഞാൽ ദ ബോഡി ഈസ് മൂവിങ് ടുവാർഡ്സ് ലെഫ്റ്റ്. അത് ശ്രദ്ധിക്കണം. വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് മോഷൻ്റെ ഡയറക്ഷൻ. ഓക്കെ, നമ്മൾ റൈറ്റ് ലെഫ്റ്റ് ആണ് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവായിട്ട് എടുത്തത്. ഇനി അപ്വാർഡ് ഡൗൺവാർഡാണ് പോസിറ്റീവ് നെഗറ്റീവായിട്ട് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അപ്വാർഡ് പോസിറ്റീവും ഡൗൺവാർഡ് നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്തൊരു സിറ്റുവേഷനിൽ വെലോസിറ്റി ഈസ് -15 എന്ന് പറഞ്ഞാൽ ആ ബോഡി താഴേക്കാണ് ആ സമയത്ത് പോയിക്കൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമ്മുടെ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആണ് വെലോസിറ്റി. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ്ലി സ്ലോപ്പ്ഡ് ആണെങ്കിൽ ബോഡിയുടെ ഡയറക്ഷൻ, മോഷൻ്റെ ഡയറക്ഷൻ റൈറ്റ് ടുവാർഡ്സ് ആണ്. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണെങ്കിൽ നോക്കൂ, ഇങ്ങനെയുള്ള ഗ്രാഫുകളിലൊക്കെ സ്ലോപ്പ് പോസിറ്റീവാണ്. എല്ലാവരും ശ്രദ്ധിക്കണത്. നോക്കൂ, ഇങ്ങനെ പൊന്തിപ്പോകുന്ന ഗ്രാഫുകളുടെ സ്ലോപ്പ് പോസിറ്റീവാണ്. വാട്ട് ഐ സെറ്റ്, പോസിറ്റീവാണ്. ഇതിൻ്റെയൊക്കെ സ്ലോപ്പ് പോസിറ്റീവാണ്. ഇങ്ങനെ താഴേക്ക് 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 ഇത്തരത്തിൽ താഴേക്ക് തൂങ്ങിയാടുന്ന ഗ്രാഫുകളുടെ സ്ലോപ്പൊക്കെ നെഗറ്റീവുമാണ്. അത് അടിസ്ഥാനപരമായിട്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് വെലോസിറ്റി ആയിരിക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് കിട്ടി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ബോഡി ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യന് നിങ്ങളുടെ ആൻസർ റൈറ്റ് ടുവാർഡ്സ് എന്നാണ്. കാരണം ഇതിൻ്റെ സ്ലോപ്പ് പോസിറ്റീവാണ്, ഇത് പൊന്തിപ്പോകുന്ന ഗ്രാഫാണ്. ഓക്കെ, suppose this is the first graph and now suppose this is another second graph. In the second graph, what is the direction of motion of the body? During this time interval, ഈ ഒരു ടൈം ഇൻ്റർവെലിൽ the body is moving left towards because the slope is negative. സ്ലോപ്പ് നെഗറ്റീവാണ്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ആദ്യം ഒന്ന് മനസ്സിലാക്കണം. മോഷൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്നത് വെലോസിറ്റിയുടെ സൈനാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വരുന്നതാണ് കോൺസ്റ്റൻ്റ് സ്ലോപ്പ്. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്, ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്, ഇത് സ്ട്രെയിറ്റ് ലൈനാണ്, ഇത് സ്ട്രെയിറ്റ് ലൈനാണ്. സോ ഇതിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് കോൺസ്റ്റൻ്റാണ്. ഇതിൻ്റെ സ്ലോപ്പ് വിത്ത് എക്സ് ആക്സിസ് 0ആണ്. ഇതിൻ്റെ സ്ലോപ്പ് വിത്ത് എക്സ് ആക്സിസ് നെഗറ്റീവാണ്, പക്ഷേ കോൺസ്റ്റൻ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മുകളിലേക്ക് പൊന്തുന്ന ഗ്രാഫിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ്, താഴേക്ക് തൂങ്ങിയാടുന്ന ഗ്രാഫിൻ്റെ സ്ലോപ്പ് നെഗറ്റീവുമാണ്. അപ്പോൾ നേരെ ഇങ്ങനെ പാരലൽ ടു ടൈം ആക്സ് എന്നാലോ വാട്ട് ഈസ് ദ സ്ലോപ്പ്? 0. ഓക്കെ, അപ്പോൾ എനിവേ 0 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. 0 എപ്പോഴും 0 മീൻസ് കോൺസ്റ്റൻ്റ്. യെസ്, അപ്പോൾ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് if it is constant, you should understand the motion is uniform motion. യൂണിഫോം മോഷനാണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തരം മോഷനാണ്? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയ മോഷനാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇത് പരാബോളിക് ആയിട്ടാണ് വരുന്നത്. സപ്പോസ് ദിസ് ഈസ് ടൈം ആൻഡ് പൊസിഷൻ. നൗ സപ്പോസ് ദിസ് ഈസ് ദ ഗ്രാഫ്. ഒരു പ്രത്യേക മോഷൻ്റെ ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ മനസ്സിലാക്കണം, ഇതിൻ്റെ ഓരോ മൊമെൻറ്റിലെയും സ്ലോപ്പ് പോസിറ്റീവാണ്. ഇവിടെ സ്ലോപ്പ് പോസിറ്റീവാണ്, ഇത് സ്ലോപ്പ് പോസിറ്റീവാണ്, ഈ ടൈമിലെ സ്ലോപ്പ് പോസിറ്റീവാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആ ഗ്രാഫിൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ്. ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ്. നമുക്ക് ഇവിടെ ഈ T1, ആ T2, ആ T3, T1 സമയത്തുള്ള സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ്. എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആക്സുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന തീറ്റയുടെ ടാൻ തീറ്റ. ഈ T2 ടൈമിലുള്ള സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള ഗ്രാഫിൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ്. നോക്കുക, ഇതൊരു ചെറിയ ആംഗിളാണ്, ഇത് ഒരു കുറച്ചുകൂടെ വലിയ ആംഗിളാണ്. ഇനി T3 സമയത്തുള്ള ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള ഗ്രാഫിക്കൽ പോർഷൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ്. നോക്കുക, ഇത് അതിനേക്കാൾ ഗ്രേറ്റർ ആംഗിളാണ്. θ1, θ2, θ3 എടുക്കുകയാണെങ്കിൽ θ1, θ2, θ3 എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഗ്രേറ്റർ θ3 ആണ്, പിന്നെ θ2 ആണ്, പിന്നെ θ1 ആണ്. എന്ന് പറഞ്ഞാൽ ഈ T1 ടൈമിൽ നിന്ന് അങ്ങോട്ട് ടൈം കൂടുന്തോറും ഈ മോഷൻ്റെ സ്ലോപ്പിൻ്റെ എമൗണ്ട് കൂടി വരികയാണ്. എന്ന് പറഞ്ഞാൽ ഇത് ആക്സിലറേറ്റഡ് മോഷനാണ്. എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഇത് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ എമൗണ്ട് ഓഫ് സ്ലോപ്പ്. എമൗണ്ട് ഓഫ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ എമൗണ്ട് ഓഫ് വെലോസിറ്റി. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്ന് അതിന് റിപ്ലേസ് ചെയ്യണം എപ്പോഴും നിങ്ങൾ. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പിൻ്റെ എമൗണ്ട്
എന്ന് പറഞ്ഞാൽ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആ മോഷൻ്റെ വെലോസിറ്റിയുടെ എമൗണ്ടിൻ്റെ പേരെന്താ? സ്പീഡ്. വെലോസിറ്റിയുടെ എമൗണ്ടിൻ്റെ പേരാണ് സ്പീഡ്. ഓക്കെ, ഇവിടെ സ്ലോപ്പിൻ്റെ എമൗണ്ട് ചെറുതായിരുന്നു, പിന്നെ കൂടി, പിന്നെയും കൂടും. അപ്പോൾ ഇതെന്താണ്? സ്പീഡ് ഈസ് ഇൻക്രീസിങ്. ഈ മോഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഇത് ഏത് ഡയറക്ഷനിലാണ് ഈ ബോഡി ഇതിൽ മൂവ് ചെയ്യുന്നത്? ഇങ്ങനെയാണോ ബോഡി പോകുന്നത്? ഈ ഗ്രാഫിൻ്റെ ഷേപ്പിലാണോ ബോഡി പോകുന്നത്? ഒരിക്കലുമല്ല. അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത് ആ മോഷൻ്റെ ടൈമും എക്സും നമ്മളുടെ വേരിയേഷൻ പ്ലോട്ട് ചെയ്തപ്പോൾ കിട്ടിയ ഗ്രാഫിൻ്റെ ഷേപ്പാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊന്നല്ല ബോഡി പോകുന്നത്, അതെല്ലാവരും മനസ്സിലാക്കുക. ബോഡി പോകുന്നത് ഏത് ഡയറക്ഷനിലാണ്? റൈറ്റ് ടുവാർഡ്സ്. അതെങ്ങനെ റൈറ്റ് ടുവാർഡ്സ് മനസ്സിലായത്? ബിക്കോസ് ഓരോ മൊമെൻറ്റിലും ഇതിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് സ്ലോപ്പാണ്. പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ പോസിറ്റീവ് വെലോസിറ്റി മീൻസ് റൈറ്റ് ടുവാർഡ്സ്. ഓക്കെ, ശരി. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ട് എന്താണ് ഈ ഒബ്ജക്റ്റിന്, ഏത് ഡയറക്ഷനിലാണ് ഈ ഒബ്ജക്റ്റ് പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത് ആക്സിലറേറ്റഡ് ആണോ അത് റിട്ടാർഡേഷൻ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു ഗ്രാഫ് ടൈം എക്സ് തന്നിട്ട് ചെക്ക് ദിസ്. പോസിറ്റീവ് സ്ലോപ്പാണോ? യെസ്, പൊന്തുകയാണ്, പോസിറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ ബോഡി എങ്ങോട്ട് പോകുന്നു? റൈറ്റിലേക്ക് പോകുന്ന മോഷനാണിത്. സ്ലോപ്പിൻ്റെ എമൗണ്ട് കോൺസ്റ്റൻ്റ് ആണോ? കോൺസ്റ്റൻ്റ് ആണ്. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ല. സോ സ്ലോപ്പിൻ്റെ എമൗണ്ട് കോൺസ്റ്റൻ്റ് അല്ല. സ്ലോപ്പിൻ്റെ എമൗണ്ട് കൂടി വരികയാണോ? നോക്കണം. ഇവിടെ ടാൻജൻറ്റ് ഇങ്ങനെ, ഇവിടെ കുറച്ചുകൂടി ഇങ്ങനെ, ചെരിവ് കുറഞ്ഞു. അപ്പോൾ സ്ലോപ്പിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരികയാണ്. ഭയങ്കരം കുറഞ്ഞു, കുറച്ചുകൂടെ കുറഞ്ഞു, പിന്നെയും കുറഞ്ഞു. സ്ലോപ്പിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരുന്നു. സ്ലോപ്പിൻ്റെ എമൗണ്ട് മീൻസ് വാട്ട്? സ്ലോപ്പിൻ്റെ എമൗണ്ട് മീൻസ് സ്പീഡ് കുറഞ്ഞു വരുന്നു. ഏത് ഡയറക്ഷനിൽ? റൈറ്റിലേക്ക് സ്പീഡ് കുറഞ്ഞു വരുന്നു. സോ വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഇറ്റ് ഈസ് റിട്ടാർഡേഷൻ. ദിസ് ഈസ് റിട്ടാർഡേഷൻ. ഓക്കെ, പിന്നെ ഇത് പരാബോള ആയതുകൊണ്ട് യൂണിഫോം റിട്ടാർഡേഷനാണ്. നോക്കുക, പരാബോള ആയതുകൊണ്ട് ഈ പരാബോള എന്ന് പറയുമ്പോൾ ശരിക്കും ആക്ച്വലി ഇത് എക്സ് ഇസ് ദ ഫങ്ഷൻ ഓഫ് ടി സ്ക്വയർ ആയിട്ടാണ് വരിക. എക്സ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ടി സ്ക്വയർ ആകുമ്പോഴാണ് ഗ്രാഫ് പരാബോളയാവുക. ഇഫ് എക്സ് ഈസ് ദ ലീനിയർ ഫങ്ഷൻ ഓഫ് ടൈം ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഗ്രാഫ്. നിങ്ങൾ ഗ്രാഫിനെ കുറിച്ച് കുറച്ച് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് നിങ്ങൾ വരച്ചിട്ടുണ്ടാകും. പരാബോള ഇങ്ങനെ അങ്ങനെ. അപ്പോൾ ഇവിടെ എക്സ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ടി സ്ക്വയർ ആയി വരുന്ന ഗ്രാഫാണ് ഇങ്ങനെ വരിക. എക്സ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ടി സ്ക്വയർ ആയി വരുന്നത് നമ്മുടെ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സീറോ പ്ലസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നോക്കൂ, ഉണ്ടോ? എക്സ് ഡിപ്പെൻഡ്സ് ഓൺ ടി സ്ക്വയർ. എക്സ് ഡിപ്പെൻഡ്സ് ഓൺ ടി സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡിപ്പെൻഡ്സ് ഓൺ ടി ആണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്. എക്സ് ഡിപ്പെൻഡ്സ് ഓൺ ടി സ്ക്വയർ ആണ്. അപ്പോൾ എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് ടി ആയിരിക്കും അവിടെ വരിക, ടി. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഇതിൻ്റെ എന്താ വരിക? ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ വി ഈക്വൽ ടു എക്സ് സീറോ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0, യു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് യു, ദെൻ ടിയുടെ ഡെറിവേറ്റീവ് എന്താ? ഡി ടി ബൈ ഡി ടി 1 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2t. 2 ക്യാൻസൽ ആവും. യു പ്ലസ് എ ടി എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് വി ഇസ് ദ ലീനിയർ ഫംഗ്ഷൻ ഓഫ് ടൈം. ഇനി ഇതിൻ്റെ വീണ്ടും ഡിഫറൻഷിയേഷൻ എടുത്താലോ? ഇതിൻ്റെ അടുത്ത ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ടൈം എ കിട്ടും. എ ഇസ് ഈക്വൽ ടു യുവിൻ്റെ ഡിഫറൻസിയേഷൻ, യു എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റാ 0, എ ഇൻറ്റു 1, എ ഇസ് ഈക്വൽ ടു എ. A is independent of time. A is independent of time means acceleration is constant. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ പരാബോളിക് ആയിട്ടുള്ള ഷേപ്പാണ് പൊസിഷൻ ടൈം ഗ്രാഫിന് വരുന്നതെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റാണ്. ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ രണ്ട് പോസിബിലിറ്റിയാണ്. ഒന്നുകിൽ ബോഡിയുടെ സ്പീഡ് കൂടി വരുന്നു, അല്ലെങ്കിൽ ബോഡിയുടെ സ്പീഡ് കുറഞ്ഞു വരുന്നു. എന്തിനടിസ്ഥാനമാക്കിയിട്ടാണ് സ്പീഡ് കൂടി വരുന്നു കുറഞ്ഞു വരുന്നു എന്ന് പറയാം? റിട്ടാർഡേഷൻ എന്ന് പറയുന്ന ആ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് സ്പീഡ് കൂടി വരിക, എപ്പോഴാണ് സ്പീഡ് കുറഞ്ഞു വരിക എന്ന്. ആ വീഡിയോ കാണാത്തവർ അത് പോയി കാണേണ്ടതാവുന്നു. ശരി. ഓക്കെ, അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് വെലോസിറ്റിയാണ്. സ്ലോപ്പ് കൂടി വരികയാണെങ്കിൽ ആക്സിലറേറ്റഡ് മോഷനാണ്, കുറഞ്ഞു വരികയാണെങ്കിൽ റിട്ടാർഡേഷനാണ്. സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ബോഡി റസ്റ്റിലാണ്.
സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ യൂണിഫോം മോഷനാണ്. ഇനി സ്ലോപ്പ് 0 ആണെങ്കിലോ, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ സ്ലോപ്പ് 0 ആണ്. പൊസിഷൻ ടൈം ഗ്രാഫാണ്. സ്ലോപ്പ് 0 ആണ്. സ്ലോപ്പ് 0 മീൻസ് വെലോസിറ്റി 0. വെലോസിറ്റി 0 മീൻസ് ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് ഓവർ. സോ പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് ഓവർ. നെക്സ്റ്റ് ഈസ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വേ അറ്റ് എ ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ്. സിമ്പിൾ. സിമ്പിൾ. ടൈം ഇവിടെ, വെലോസിറ്റി ഇവിടെ എന്ന് പറഞ്ഞാൽ ടൈം എക്സ് ആക്സിലും വെലോസിറ്റി വൈ ആക്സിലും എടുത്ത് വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. നോക്കൂ, ഡി വി ബൈ ഡി ടിയുടെ പേരെന്താ? ആക്സിലറേഷൻ. ആക്സിലറേഷൻ. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സെൻറ്റൻസ് എന്താ? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. സ്ലോപ്പ് ഓഫ് weighted graph. Slope of weighted graph is equal to acceleration. പഠിക്കുക. ഇനി വേറെ ഇമ്പോർട്ടൻ്റ് ഇൻഫോർമേഷൻ ഇവിടെ ഉണ്ട്. ഏരിയ അണ്ടർ weighted graph. ഏരിയ അണ്ടർ weighted graph. നോക്കൂ, ഏരിയ അണ്ടർ weighted graph എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മൾ ഗ്രാഫിൽ ഡിസ്കസ് ചെയ്തൊരു ഒരു ഐഡിയ ആണ്. സപ്പോസ് ഇങ്ങനെയാണ് ഒരു ഗ്രാഫിൻ്റെ ഷേപ്പ് പോകുന്നതെങ്കിൽ നോക്കൂ, ഇതൊരു ചെറിയ ഒരു പൊട്ട് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, നോക്കൂ, ദിസ് ഈസ് അറ്റ് എ വെലോസിറ്റി വി ആണെങ്കിൽ, ദിസ് ഡ്യൂറേഷൻ ഡി ടി ആണെങ്കിൽ, ഡ്യൂറേഷൻ ഡി ടി നമ്മളിത് ഗ്രാഫിൽ സ്ലോപ്പിൽ ഡിസ്കസ് ചെയ്തതാണ്. സ്ലോപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് അല്ലെ ഈ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഇൻ്റഗ്രേഷൻ അവിടെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. നോൺ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ്റെ ടോപ്പിക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, നോക്കൂ, നമ്മുടെ ലൈവ് ക്ലാസ് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കമൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞാനതിൻ്റെ പ്രൊസീജിയേഴ്സ് പറഞ്ഞുതരാം. ശരി, അപ്പോൾ ഇതിൻ്റെ ഈ സ്ട്രിപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വി ഡി ടി ആണ്. വി ഡി ടി. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം മുതൽ ഇത്രയും ടൈം വരെയുള്ള T1 മുതൽ T2 വരെയുള്ള മൊത്തം ഏരിയ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ വി ഡി ടി ആണ്. ഇൻ്റഗ്രൽ വി ഡി ടി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇൻ്റഗ്രൽ വി ഡി ടി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ്. എന്നിപ്പോൾ തൽക്കാലം പഠിക്കുക. നോൺ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നോക്കൂ, ഏരിയ ഇൻ്റഗ്രൽ വി ഡി ടി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അത് പഠിക്കുക. ഇൻ്റഗ്രൽ വി ഡി ടി ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ ആരാണ് ഇൻ്റഗ്രൽ വി ഡി ടി? ദാറ്റ്സ് ദ ടോട്ടൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ്. സോ ഇവിടെ ഞാനതാണ് എഴുതുന്നത്. ടോട്ടൽ ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, സോ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇൻഫർമേഷൻസ് ആണ്. ഒന്ന്, സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് ഈസ് ആക്സിലറേഷൻ ആൻഡ് ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ രണ്ട് പോയിന്റ്. ഇനി മോഷൻ ഏത് ഡയറക്ഷനിലാണ് എന്ന് നോക്കാൻ വളരെ സിമ്പിളാണ്. കാരണം ഇവിടെ ഡയറക്റ്റ് വെലോസിറ്റി ആണുള്ളത്. ഗ്രാഫിൻ്റെ പേര് തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ നേരെ വെലോസിറ്റി കയ്യിൽ കിട്ടിയാൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ആ ഗ്രാഫിൽ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇവിടെ കുറച്ച് ഗ്രാഫ് വരയ്ക്കുകയെന്ന് വിചാരിക്കുക. സോ ഈ സൈഡിൽ വരയ്ക്കുന്ന എല്ലാ ഗ്രാഫിൻ്റെയും വെലോസിറ്റി പോസിറ്റീവ് അല്ലേ? ഈ സൈഡിൽ വരുന്ന ഏത് ഗ്രാഫിൻ്റെ ഏത് ഷേപ്പ്, ഇപ്പോൾ ഇങ്ങനെ വരച്ചു. നോക്കൂ, ഇതൊക്കെ ഈ ഒരു പോസിറ്റീവ് സൈഡിലാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ മോഷൻ, രണ്ടാമത്തെ മോഷൻ, മൂന്നാമത്തെ മോഷൻ, നാലാമത്തെ മോഷൻ, അഞ്ചാമത്തെ മോഷൻ, ഈ 5 മോഷനും റൈറ്റിലേക്കാണ്. റൈറ്റിലേക്ക് എങ്ങനെ മനസ്സിലായത്? ഈ 5 മോഷനിലും വെലോസിറ്റികൾ പോസിറ്റീവാണ്. 6-ാമത്തെ, 7-ാമത്തെ, 8-ാമത്തെ, 9-ാമത്തെ, 10-ാമത്തെ, 11-ാമത്തെ, 12-ാമത്തെ, 13-ാമത്തെ, ഇതൊക്കെ വേറെ മോഷൻസാണ്. 6-ാമത്തെ, 7-ാമത്തെ, 8-ാമത്തെ, 9-ാമത്തെ, 10-ാമത്തെ, 11-ാമത്തെ, 12-ാമത്തെ, 13-ാമത്തെ, ഈ താഴെ വരച്ച എല്ലാ ഗ്രാഫിൻ്റെയും വെലോസിറ്റി നെഗറ്റീവ് വാല്യൂസാണ് എന്ന് പറഞ്ഞാൽ ഈ മോഷനൊക്കെ ലെഫ്റ്റ് ടുവാർഡ്സ്. മനസ്സിലാക്കുക. ഇനി ഇതിനകത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി വരുന്നത് ഏതൊക്കെ ഉണ്ട്? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരുന്നു. ഇത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ്. അപ്പോൾ ഈ 2-ാമത്തെയും 8-ാമത്തെയും മോഷൻ എന്ന് പറയുന്നത് യൂണിഫോം മോഷനാണ്. ഈ 2-ാമത്തെ മോഷൻ യൂണിഫോം മോഷനാണ്, റൈറ്റിലേക്കാണ്.
എട്ടാമത്തെ മോഷൻ യൂണിഫോം മോഷനാണ്, ലെഫ്റ്റിലേക്കാണ്. ഇങ്ങനെ ലെഫ്റ്റ് മനസ്സിലായത്? അയ്യോ, ലെഫ്റ്റ് മനസ്സിലായത് ഇത്രയേ ഉള്ളൂ മക്കളെ. വെലോസിറ്റിയുടെ വാല്യൂ നെഗറ്റീവാണ്. വെലോസിറ്റിയുടെ വാല്യൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മോഷൻ ലെഫ്റ്റിലേക്കാണ്. ടിങ്ക് ടിങ്ക് ടാക്ക് ടീ കുട്ടു. അപ്പോൾ ഇതോ, ഇതിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് അല്ലേ? യെസ്. സോ ആക്സിലറേഷൻ കോൺസ്റ്റൻറ്റ്. സോ ദിസ് ഈസ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ടുവാർഡ്സ് റൈറ്റ്. സിമ്പിൾ. ഇതിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് അല്ലേ? യെസ്. പക്ഷേ ഇതിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് അല്ലേ? യെസ്. അതായത് ഇതിൻ്റെ ആക്സിലറേഷൻ നെഗറ്റീവ് അല്ലേ? യെസ്. പക്ഷേ വെലോസിറ്റി പോസിറ്റീവ് അല്ലേ? യെസ്. ആക്സിലറേഷൻ നെഗറ്റീവ്, വെലോസിറ്റി പോസിറ്റീവായ എന്താ സംഭവിക്കുക? റീടാർഡേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറഞ്ഞു വരികയാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം, കണ്ടാലും പറയും സ്പീഡ് കുറഞ്ഞു വരികയാണ്. സ്പീഡ് നോക്കൂ, ഈ ടൈമിൽ നല്ല സ്പീഡ്, പിന്നെ കുറഞ്ഞു വരികയാണ്. ഓക്കെ. സോ ദിസ് ഈസ് റീടാർഡേഷൻ. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞ, ഇതിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ അത് നെഗറ്റീവാണ്. സോ ദിസ് ഈസ് യൂണിഫോം റിട്ടാർഡേഷൻ ആണ്. എന്തുകൊണ്ട്? നെഗറ്റീവ് ആക്സിലറേഷൻ ആയതുകൊണ്ടാണോ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. ആക്സിലറേഷൻ നെഗറ്റീവാണെന്ന് മാത്രമല്ല, വെലോസിറ്റി പോസിറ്റീവുകളുമാണ്. ദിസ് ഈസ് ദ കണ്ടീഷൻ ഓഫ് റിട്ടാർഡേഷൻ ദാറ്റ് എ ആൻഡ് വി ഷുഡ് ബി ഓപ്പോസിറ്റ്. മനസ്സിലായോ? ശ്രദ്ധിച്ചോ? യെസ്. സോ ദിസ് ഈസ് യൂണിഫോംലി റിട്ടാർഡഡ് മോഷൻ ടുവാർഡ്സ് റൈറ്റ്. നാലാമത്തെ ഗ്രാഫ് ശ്രദ്ധിക്കൂ, നോക്കൂ. മൊത്തത്തിൽ ഇതിൻ്റെ സ്ലോപ്പ് പോസിറ്റീവാണ്, പക്ഷേ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് അല്ല. എന്താണ് വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പിൻ്റെ പേര്? സ്ലോപ്പിൻ്റെ പേര് ആക്സിലറേഷൻ. സോ ഇത് ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് അല്ലാത്ത മോഷൻ. എന്താ അതിൻ്റെ പേര്? നോൺ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. സ്പീഡ് കൂടുകയാണോ സ്പീഡ് കുറയാണോ കണ്ടാൽ തന്നെ അറിയില്ല. ഈ ടൈമിലെ സ്പീഡാണോ ഈ ടൈമിലെ സ്പീഡല്ലേ കൂടുതൽ, അതിനേക്കാൾ കൂടുതലല്ലേ ഈ ടൈമിലെ സ്പീഡ്. സോ ഈ മോഷനിൽ സ്പീഡ് കൂടുകയാണ്. സോ ദിസ് ഇസ് ആക്സിലറേറ്റഡ് മോഷനാണ്, യൂണിഫോം അല്ല, നോൺ യൂണിഫോമാണ്. ഇതെന്താ സംഭവിക്കുന്നത്? സ്പീഡ് കൂടുകയാണോ? യെസ്, സ്പീഡ് കൂടുകയാണ്. ഈ ടൈമിലെ സ്പീഡാണോ? ഈ ടൈമിൽ അല്ല, സ്പീഡ് കൂടി. പക്ഷേ അത് യൂണിഫോം അല്ല, കാരണം ഇതിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് അല്ല. സ്ലോപ്പ് മീൻസ് ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ ഇത് സ്പീഡ് കൂടുക തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ സ്പീഡ് കൂടുന്നതിൻ്റെ റേറ്റ് കുറഞ്ഞു വരികയാണ്. നോക്കൂ, ഈ ആക്സിലറേഷൻ അല്ല, ഈ ആക്സിലറേഷൻ കുറഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ആക്സിലറേഷൻ കൂടി. സോ ഇത് രണ്ടും തമ്മിലുള്ള മോഷൻ, ഇതിൽ രണ്ടിലും സ്പീഡ് കൂടുകയാണ്, രണ്ടും റൈറ്റിലേക്കാണ്. ശരിക്കും ശ്രദ്ധിക്കുക, ഈ രണ്ട് ഗ്രാഫ് റൈറ്റിലേക്കാണ്, രണ്ടിലും സ്പീഡ് കൂടുകയാണ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്പീഡ് കൂടുന്നതിൻ്റെ റേറ്റ് കൂടുന്നു, ഇതിൽ സ്പീഡ് കൂടുന്നതിൻ്റെ റേറ്റ് കുറയുന്നു. അങ്ങനെ. ഓക്കെ. ഇപ്പോൾ ഇവിടെ പറയുന്ന തൊട്ട് മുമ്പ് കൂടിയ സ്പീഡിനേക്കാൾ കൂടുതൽ സ്പീഡ് ഈ സെക്കൻഡിൽ കൂടും, അതാണിത്. ഇതങ്ങനെയല്ല, തൊട്ട് മുമ്പ് കൂടിയ സ്പീഡിനേക്കാൾ അത്ര തന്നെ സ്പീഡ് ഈ സെക്കൻഡിൽ കൂടുന്നില്ല, പക്ഷേ സ്പീഡ് കൂടുക തന്നെയാണ്. ഈ രണ്ടിലും സ്പീഡ് കൂടുകയാണ് റൈറ്റിലേക്ക്. മനസ്സിലായോ? അതേപോലെ ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഓക്കെ. സോ ദിസ് ഇസ് അബൌട്ട് വി ടി ഗ്രാഫ്. നോക്കൂ, ദിസ് ഏരിയ is the displacement during this time in this motion. This area is the displacement in this duration during this graph, this motion. This area, ഈ ഏരിയ എന്ന് പറയുന്നത് during that is the displacement during this time. ഈ ടൈം മുതൽ ഈ ടൈം വരെയുള്ള ടൈം ഇൻ്റർവെലിൽ ഈ ബോഡിയുടെ ഇത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മോഷൻ്റെ ഗ്രാഫാണ്, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ. അങ്ങനെ ഇതിൻ്റെ ഏരിയ ഇങ്ങോട്ട് എടുക്കുക, ഇതിൻ്റെ ഏരിയ ഇങ്ങോട്ട് എടുക്കുക, ഇതിൻ്റെ ഏരിയ ഇങ്ങോട്ട് എടുക്കുക. അങ്ങനെ ഇതിൻ്റെ ഏരിയ ആണ് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുക, ഇതിൻ്റെ ഏരിയ ഇങ്ങനെ ഇത്രയും ഏരിയ ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഇത് ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് is equal to displacement. Area under VT graph is equal to displacement. Area under VT graph is equal to displacement. Okay. അടുത്ത ഗ്രാഫിൻ്റെ പേരാണ് AT ഗ്രാഫ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. എല്ലാ കുട്ടികളും ശ്രദ്ധിക്കും. ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നോക്കുക, ആ ടൈം ആക്സിലറേഷൻ. സപ്പോസ് ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട്, നോ പ്രോബ്ലം. സോ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്, സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ് ഈസ് DA/DT. DA/DTയെ ഒരു പ്രത്യേക പേരിൽ പറയപ്പെടുന്നു, എല്ലാവരും പഠിക്കുക, ജർക്ക്. ദ സ്ലോപ്പ് ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഈസ് നോൺ ആസ് ജർക്ക്. ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പിനെ ജർക്ക് എന്നാണ് വിളിക്കുക, എല്ലാവരും അത് പഠിക്കുക. ഓക്കെ, ശരി. ഇനി ഏരിയ അണ്ടർ AT ഗ്രാഫ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്.
to understand. Area under AT graph. AT ഗ്രാഫിൻ്റെ നോക്കൂ, ഇതിപ്പോൾ AT ഗ്രാഫ് ആയതുകൊണ്ട് ഏരിയ അണ്ടർ AT ഗ്രാഫ് ഈസ് ഇൻ്റഗ്രൽ ADT. എല്ലാവരും പഠിക്കുക, ഇൻ്റഗ്രൽ ADT. ഇൻ്റഗ്രൽ ADT, ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് വേറൊരു വീഡിയോ ഞാൻ ചെയ്തുതരാം. ഇപ്പോൾ തൽക്കാലം ഇത് ബൈഹാർട്ട് ചെയ്യേണ്ടി വരും, ഇതിൻ്റെ ഒരു ഐഡിയ ഇല്ലാത്ത കുട്ടികൾ. ഇൻ്റഗ്രൽ ADT ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി. എല്ലാവരും ഇതും കൂടെ പഠിക്കുക. ചേഞ്ച് ഇൻ വെലോസിറ്റി. നോക്കൂ, ഒരുപാട് കുട്ടികൾ പറയാറുണ്ട് ഏരിയ അണ്ടർ AT ഗ്രാഫ് ഈസ് വെലോസിറ്റി. ഏരിയ അണ്ടർ AT ഗ്രാഫ് ഈസ് വെലോസിറ്റി എന്ന് പറയുന്നത് തെറ്റാണ്. ഏരിയ അണ്ടർ AT ഗ്രാഫ് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി. നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം. വെലോസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് നല്ല മാറ്റമുണ്ട്, നല്ല ഡിഫറൻസും ഉണ്ട്. സോ വാട്ട് ഈസ് ദ ഏരിയ അണ്ടർ AT ഗ്രാഫ്? ചേഞ്ച് ഇൻ വെലോസിറ്റി. വാട്ട് ഈസ് ദ ഏരിയ അണ്ടർ VT ഗ്രാഫ്? ഡിസ്പ്ലേസ്മെൻറ്റ്, മീൻസ് ചേഞ്ച് ഇൻ പൊസിഷൻ. What is the area under VT graph? Change in position. What is the area under AT graph? Change in velocity. പഠിച്ചു എല്ലാവരും പഠിച്ചു. അപ്പം ഞാൻ ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. ഏരിയ അണ്ടർ AT graph. Time, acceleration. Consider this graph. You take this time as 10 seconds and take this value as 4 meter per second square. 4 meter per second square. The body was initially having a velocity of 30 meter per second. ഇതൊരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ്റെ ഗ്രാഫാണ്. The body was having an initial velocity of 30 meter per second. What is the velocity after 10 seconds? The question is, what is the velocity after 10 seconds? What is the velocity after 10 seconds? So നമ്മുടെ ഐഡിയ ഇതാണ്. ആൻസർ ഏരിയ is equal to change in velocity. Change in velocity. Velocity. What is change in velocity? Final value minus initial value. Final value minus initial value. Okay. And what is the area of this one? Area of this one is half BH. Half into base 10 into height 4. Okay. And V minus U. So this is 10 by 2, that's 5. 5 into 4 is 20. 20 is equal to final velocity minus initial velocity is 30. മനസ്സിലായോ? അതേസമയം ഇപ്പോൾ ഏരിയ അണ്ടർ AT ഗ്രാഫ് ഇസ് ദ വെലോസിറ്റി എന്ന് പറയുന്ന കുട്ടികൾക്ക് 20 എന്നായിരിക്കും ആൻസർ കിട്ടുക. പക്ഷേ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്ന കുട്ടികൾക്കാണ് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് -30 ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് PPT meter per second എന്ന് കിട്ടുക. PPT meter per second is the velocity after 10 seconds is PPT meter per second. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. What type of graph it is? AT graph. So what is the area under AT graph? Change in velocity. So that's about acceleration time graph. Acceleration time graph. Okay. അടുത്തത് വെലോസിറ്റി പൊസിഷൻ ഗ്രാഫ്. അതിനെക്കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽസ് പറയാനുള്ളൂ. VX ഗ്രാഫ്, വെലോസിറ്റി പൊസിഷൻ ഗ്രാഫ്. എല്ലാവരും മനസ്സിലാക്കുക, നമുക്ക് ആക്സിലറേഷൻ എന്ന് പറയുന്നതിന് dv/dt എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ dv/dt എന്നതിനെ dx/dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. dx/dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ എടുക്കുന്നത് dx/dt. dx/dt എന്ന് പറയുന്നത് വെലോസിറ്റി എല്ലാവർക്കും അറിയാം. dx/dt is the velocity. dx/dt ബാക്കി ഇവിടെ വരുന്നത് dv/dx. dv/dx. ഈ ഒരു ആശയം എല്ലാവരും പഠിച്ചിരിക്കണം. ആക്സിലറേഷൻ is equal to velocity into dv/dx. Acceleration is equal to velocity into dv/dx. Acceleration is dv/dt. ഇത് എപ്പോഴാണ് കാണുക? If velocity given as the function of time. വെലോസിറ്റി ഗിവൺ ആസ് ദ ഫംഗ്ഷൻ ഓഫ് ടൈം ആയിട്ട് വരുമ്പോഴാണ് ഇത് കാണുക. ഇങ്ങനെ ആക്സിലറേഷൻ എപ്പോഴാണ് കാണുക? വെലോസിറ്റി ഇസ് ഗിവൺ ആസ് ദ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ. ഞാൻ നോൺ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ്റെ ഒരു വീഡിയോ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്കിത് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ. നൗ ഇതിനെ നിങ്ങൾ ഇത്ര എഴുതേണ്ടുള്ളൂ. A is equal to velocity into, ഇങ്ങനെ എഴുതിയാൽ ഞാൻ ഈ ഭാഗം അവിടെ നിന്ന് നമ്മൾ മൂവ് ചെയ്യാം. വെലോസിറ്റി dv/dx എന്ന് പറഞ്ഞാൽ VX ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഓഫ് VX graph, slope of VX graph, വെലോസിറ്റിക്ക് ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്.
V into slope of Vx graph. Acceleration is V into slope of Vx graph. So what is slope of Vx graph? A by V. Slope of Vx graph. What is slope of Vx graph? Slope of Vx graph is A by V, the ratio of acceleration to velocity. What is the ratio of acceleration to velocity is slope of Vx graph. എല്ലാവരും ഇത് പഠിച്ചോ, മനസ്സിലാക്കിയോ മക്കളെ? Vx ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഗ്രാഫാണ്? Vx ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സും ഇവിടെ വിയും വരുന്ന ഗ്രാഫാണ്. കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ എക്സും ഇവിടെ വിയും വരുന്ന ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആയിരിക്കും dv/dx. ക്ലിയർ? ഓ ക്ലിയർ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഈ ഗ്രാഫിക്കൽ സ്റ്റഡി ഓഫ് മോഷൻ നമ്മളിവിടെ ഫൈനലൈസ് ചെയ്യും. V²x ഗ്രാഫ്. നമുക്ക് കുറച്ചുകൂടെ പ്രോബ്ലംസൊക്കെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഒരുപാട് പ്രോബ്ലംസുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ടവർ തന്നെ ഒന്ന് മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഞാൻ മെയിൽ ഐ ഡി ഒക്കെ താഴെ തരാം. ഓക്കെ, അപ്പോൾ അടുത്ത ഗ്രാഫ് V²x ഗ്രാഫ്. V²x ഗ്രാഫ് ശ്രദ്ധിക്കൂ. V²x ഗ്രാഫിനെ കുറിച്ച് എനിക്ക് എങ്ങനെയാണ് പറയാനുള്ളത്? എല്ലാ കുട്ടികളും മനസ്സിലാക്കുക. നമ്മൾ d/dx ഓഫ് V² എങ്ങനെയാണ് ചെയ്യുക? ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ ആദ്യം ഇതിനെ d/dv ഓഫ് V² ചെയ്തിട്ട് ഇതിനെങ്ങനെ ചെയ്യണം? d/dv ഓഫ് V² ചെയ്തിട്ട് പിന്നെ dv/dx ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റുണ്ടോ? dv കട്ട് ചെയ്ത് കഴിഞ്ഞാൽ dv²/dx ആവില്ലേ? dv²/dx എന്ന് പറഞ്ഞാൽ dv²/dx അല്ലേ? അപ്പോൾ ഇതിനകത്ത് തെറ്റൊന്നുമില്ലല്ലോ. നോ തെറ്റ് ഇതിനകത്ത്. അപ്പോൾ ഈ d/dv ഓഫ് V² എന്ന് പറഞ്ഞാൽ 2v എന്നല്ലേ? d/dv ഓഫ് V² എന്ന് പറഞ്ഞാൽ 2v ഇൻറ്റു dv/dx. എല്ലാ മക്കളും ശ്രദ്ധിക്കുക. നമ്മുടെ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് ഈ പറയുന്നത്. നമ്മുടെ ഗ്രാഫ് V²x ഗ്രാഫാണ്. ഈ V²x ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആയിരിക്കും d/dx ഓഫ് V². നമ്മുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ x²ഉം മാറി ഇവിടെ എക്സും ഇവിടെ V²ഉം അവിടെ V²ഉം ഇവിടെ എക്സും. then what is the slope? dv²/dx. dv²/dx is dv²/dx 2 into v into dv/dx. വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. ഇതെന്താണ്? ഇത് തൊട്ട് മുന്നേ പറഞ്ഞതാണ്. v into dv/dx is what? Acceleration. So this slope of V²x graph. So twice of acceleration. Slope of V²x graph is twice of acceleration. ഇത്രയും ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ടോപ്പിക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഞാനിതിൻ്റെ ലൈവ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയണമെങ്കിൽ മെയിൽ ചെയ്യാനുള്ള മെയിൽ ഐ ഡി താഴെ കൊടുക്കുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.